ഹായ് മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത്. മോഡൽ എക്സാമിന് കെമിസ്ട്രി പരീക്ഷ കഴിഞ്ഞപ്പോൾ ഒരു 70% കുട്ടികളും എന്നോട് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലുകൾ വന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. മിസ്, ഞങ്ങളുടെ കെമിസ്ട്രി പരീക്ഷ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു, പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ഉത്തരം എഴുതാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുള്ള 90%-ലധികം ടോപ്പിക്സും തലേന്നത്തെ ലൈവുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ടോപ്പിക്കുകൾ നമ്മൾ അത് തന്നെ ഡിസ്കസ് ചെയ്തു, പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കാണുന്ന പാറ്റേണിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത്തവണ ചോദ്യങ്ങൾ വന്നത്, അല്ലേ? അപ്പോൾ സെയിം ടോപ്പിക്സ് തന്നെയാണ്, പക്ഷെ ചോദ്യങ്ങൾക്ക് ചെറിയ മാറ്റം വന്നു. അങ്ങനെ ചോദ്യങ്ങൾക്ക് വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും കണ്ടാൽ മനസ്സിലാക്കാനോ ഏത് ടോപ്പിക്കാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനോ അത് ഉത്തരം ചെയ്യാനോ പലർക്കും സാധിക്കാതെ വരുന്നു, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അറിയില്ല, അല്ലേ? നമുക്ക് ആ കോൺസെപ്റ്റ് അറിയില്ല. അതൊരിക്കലും ഒരു തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ കോൺസെപ്റ്റ് അറിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോൺസെപ്റ്റ് പഠിക്കണം. അപ്പോൾ തലേ ദിവസം ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അത് മാത്രം പഠിച്ചു പോയാൽ ഫുൾ A+ കിട്ടും എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒഴിവാക്കുക. എന്നിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കേട്ടോ. ഇതൊന്നും കേട്ടിട്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇനി നമ്മുടെ പബ്ലിക് എക്സാം ഈസി ആയിട്ട് എഴുതണമെങ്കിൽ പുതിയ പാറ്റേണിൽ ചോദ്യങ്ങൾ വരുമ്പോൾ എല്ലാം നമുക്ക് എഴുതി 40-ൽ 40 മാർക്ക് നേടണമെങ്കിൽ 7 ചാപ്റ്ററിലെയും എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ രീതിയിൽ കറക്കി തിരിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം എഴുതാൻ എൻ്റെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ മോഡൽ എക്സാം ആണല്ലേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അപ്പോൾ മോഡൽ എക്സാമിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കും, ഇനി ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് അവിടെ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം, ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഞായറാഴ്ച വൈകിട്ട് കൃത്യം 7 മണിക്ക് ഒരു ലൈവ് സ്കെഡ്യൂൾ ചെയ്യുന്നുണ്ട്. ഞാനും ഉണ്ടാകും, ഷെഫീഖ് സാറും ഉണ്ടാകും. അപ്പം നമ്മുടെ ഈ ഒരു ലൈവിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, ഏത് ടോപ്പിക്കിൽ നിന്ന് ഏത് രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും നിങ്ങളെ ഉത്തരം എഴുതിക്കാനായി തയ്യാറെടുപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്രയധികം ഇമ്പോർട്ടൻസോട് കൂടി തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ ഈ ഒരു ലൈവിലേക്ക് എത്തണം. കളിച്ച് ചിരിച്ച് തമാശയോടെ നടക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ SSLC പബ്ലിക് എക്സാം ആണ് തൊട്ടടുത്ത് എത്തി നിൽക്കുന്നത്. ഇനിയും പഠിച്ചു തുടങ്ങിയില്ല എങ്കിൽ, ഇനിയും വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്തില്ല എങ്കിൽ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. സോ അതൊരിക്കലും നമ്മൾ ഇടവരുത്തരുത്. അതുകൊണ്ട് തന്നെ നാളെ വൈകിട്ട് കൃത്യം 7 മണിയാകുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഉണ്ടാവണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടി നമ്മുടെ ലൈവിലേക്ക് എത്തണം. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓൾ ദി ബെസ്റ്റ്.